الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وأصحابه وأهل بيته أجمعين. يا سيد الأبرار حبك في دمي، نهر على نحو الصبابة جاري. لك يا رسول الله في أعماقنا قمم من الإجلال والإكرام. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك. شهنشاه مدينة الصلاة والسلام، جنة عرش معلى الصلاة والسلام. खुदा की रज़ा चाहते हैं दो आलम, खुदा चाहता है रज़ाए मुहम्मद सल्लल्लाहु अलैहि वसल्लम. സർവാദരണീയരായ പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പവിത്രമായ വിജ്ഞാനത്തിൻ്റെ വേദിയിൽ ആത്മീയമായ ലക്ഷ്യങ്ങളോടെ ഒരുമിച്ച് കൂടിയവരാണ് നമ്മൾ. അല്ലാഹു സ്വീകരിക്കുകയും ഇരുലോകത്തേക്കും ഉപകാരപ്പെടുന്ന വിധം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ ഇസ്ലാം പ്രപഞ്ചാധികാരിയായ അല്ലാഹുവിൻ്റെ മതമാണ്. അതിലെ വിശ്വാസ പ്രമാണങ്ങളും ആരാധനാമുറകളും ആചാര അനുഷ്ഠാനങ്ങളും ആത്യന്തികമായി അല്ലാഹുവിൽ നിന്നുള്ളതാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും ഏറ്റവും ആധികാരികമായി അറിയുന്നവൻ ഇവിടെ ജീവിക്കുന്ന മനുഷ്യൻ എന്ത് വിശ്വസിക്കണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും ഏതൊക്കെ ആചാരങ്ങളെ പുലർത്തണമെന്നും എന്തൊക്കെ ആരാധനാമുറകൾ സ്വീകരിക്കണമെന്നും കണിശമായും മാനവിക ലോകത്തിന് അറിയിച്ചിട്ടുണ്ട്. ആനുകാലിക മനുഷ്യൻ ശാസ്ത്രീയപരമായും സാങ്കേതികമായും ഒരുപാട് ഉന്നതികളെ കീഴടക്കുകയും ഇന്നലകളിൽ കഴിഞ്ഞുപോയ ആളുകൾക്ക്
സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറം ഇന്നത്തെ ജീവിത രീതികൾ മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ അവസരത്തിൽ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്പൂർത്തീകരിച്ച പരിശുദ്ധമായ ഇസ്ലാം ആധുനിക യുഗത്തിലെ കമ്പ്യൂട്ടറിന്റെയും ഇന്റർനെറ്റിന്റെയും ആധുനാധുനിക സൗകര്യങ്ങളുടെയും യുഗത്തിൽ ആനുകാലിക കാഴ്ചപ്പാടുകളുടെയും ശാസ്ത്രീയ വീക്ഷണങ്ങളുടെയും സാങ്കേതിക ദൃക്കുകളുടെയും സാന്നിധ്യത്തിൽ എത്രമാത്രം പ്രായോഗികമാണെന്നും ലോകമാനവികതയുടെ ഹൃത്തടങ്ങളിൽ വിശുദ്ധമായ ഇസ്ലാമിന്റെ വീക്ഷണങ്ങൾ എത്രമാത്രം പര്യാപ്തമാണെന്നും വിശാലമായ ഒരു വിഷയത്തിന്റെ പ്രാഥമികമായൊരു ഭാഗം മാത്രമാണ് ഇവിടെ നിങ്ങളോട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രാജ്യം ഒരുപാട് മതങ്ങളും മതവിഭാഗങ്ങളുമുള്ള രാജ്യമാണ്. എല്ലാ മതക്കാരനും മതമില്ലാത്തവനും സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നാം ജീവിക്കുന്നത്. അപ്പോൾ വിശുദ്ധമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ മാനവികമായ കണ്ണിലൂടെ വായിച്ചെടുക്കുമ്പോൾ, മാനുഷികമായ കാഴ്ചപ്പാടുകളുടെ മുമ്പിൽ ഒരു തുലന പഠനത്തിന് വിധേയമാക്കുമ്പോൾ, ഒന്നാമതായി ഇസ്ലാം ലോകത്തോട് വിളിച്ചു പറയുന്നത് അൽ ഈമാനു ബില്ലാഹ്, ഈ ലോകത്തിന്റെ അധികാരിയെ വിശ്വസിക്കുക, അവനെ മാത്രം ആരാധിക്കുക എന്നതാണ്. ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിത്തറ എവിടെയാണ്? അന്ത്യപ്രവാചകരായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇസ്ലാമിക കാഴ്ചപ്പാടിൽ കഴിഞ്ഞുപോയ പ്രവാചകന്മാരും ക്രൈസ്തവ ലോകത്തിന്റെ ബിബ്ലിക്കൽ റെഫറൻസുകളിൽ പരിചയപ്പെടുത്തപ്പെടുന്ന പ്രവാചകന്മാരടക്കം മോസസും ജീസസും അഥവാ മൂസ അലൈഹിസ്സലാമും ഈസ അലൈഹിസ്സലാമും യാക്കൂബ് നബി അലൈഹിസ്സലാമും ഇസ്മായിൽ എന്ന് ബൈബിൾ പരിചയപ്പെടുത്തുന്ന ഇസ്മായിലും യാക്കോബ് എന്ന് ബൈബിൾ പരിചയപ്പെടുത്തുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാമും അങ്ങനെ കഴിഞ്ഞുപോയ പ്രവാചകന്മാരെല്ലാം ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആത്യന്തികമായ സത്യവാചകം ഈ പ്രപഞ്ചത്തിന്റെ ഏകനായ അധികാരിയെ മാത്രം ആരാധിക്കുക എന്നതാണ്. ഏകനായ ദൈവം അല്ലാഹു എന്ന് പറഞ്ഞാൽ അറബ് ലോകത്ത് ജീവിച്ചുപോയ ഒരാളല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവല്ല. ലോകത്തുള്ള ഏതെങ്കിലും ഒരു പുത്രന്റെ പിതാവോ പുത്രിയുടെ രക്ഷിതാവോ അല്ല. ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസമാകുന്ന ഏകദൈവ വിശ്വാസം ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അവരവരുടെ ശരീരത്തിലേക്ക്, അവരവരുടെ ചുറ്റുപാടിലേക്ക്, അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്താൽ എത്തിപ്പെടാവുന്ന ഉത്തരത്തിന്റെ പരിധിയിലാണ് ഇസ്ലാമിക വിശ്വാസത്തിന്റെ അസ്ഥിവാരങ്ങൾ കിടക്കുന്നത്. ഒന്നാമതായി ഏകനായ ദൈവത്തെ വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ അല്ലാഹു എന്ന വേർഡിന്റെ അർത്ഥം അൽ ഇലാഹ്, ദ ഓൾമൈറ്റി എന്ന് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ മുഴുവനും സുപ്രീം അധികാരി ആരാണോ, ഹൈന്ദവ സഹോദരനാകട്ടെ, ക്രൈസ്തവ സഹോദരനാകട്ടെ, ബൗദ്ധനാകട്ടെ, ജൈനനാകട്ടെ, സൊറാസ്ട്രിയനാകട്ടെ, മതമുള്ളവനാകട്ടെ, ഓഷോവിയൻ ദർശനങ്ങളെ സ്വീകരിക്കുന്ന ആളാകട്ടെ, നീശോയുടെ വീക്ഷണങ്ങളെ വിശ്വസിക്കുന്നയാളാകട്ടെ,
അങ്ങനെ ലോകത്ത് കഴിഞ്ഞുപോയതും നിലനിൽക്കുന്നതുമായ മുഴുവൻ സംഹിതകളുടെയും ഇസങ്ങളുടെയും മതങ്ങളുടെയും ആളുകളോട് ആത്യന്തികമായി ചോദിക്കുകയാണ്, ഈ ലോകത്തിന്റെ മുഴുവനും ഉടമസ്ഥനാരാണ്? ഹൂ ഈസ് ദി അൾട്ടിമേറ്റ് കൺട്രോളർ ഓഫ് ദിസ് യൂണിവേഴ്സ്? ഈ പ്രപഞ്ചത്തിന്റെ ആത്യന്തികമായ അധികാരം ആരുടെ കയ്യിൽ? ആ ഏകനായ ദൈവത്തെ മാത്രം വിശ്വസിക്കുക എന്നതാണ് പരിശുദ്ധമായ ഇസ്ലാം ലോകത്തോട് വിളിച്ചു പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ മതക്കാരനും ആലോചിക്കാം, എന്റെ ചുറ്റുപാടിന്റെ മുഴുവനും നിയന്ത്രണം ആരുടെ കയ്യിലാണ്? ആകാശത്തിന്റെയും ഭൂമിയുടെയും ഗോളങ്ങളുടെയും ചരാചരങ്ങളുടെയും മുഴുവനും ചലനം ആരുടെ കൺട്രോളിലാണോ അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന യൂണിവേഴ്സൽ ട്രൂത്ത്, പ്രാപഞ്ചികമായ സത്യത്തെയാണ് പരിശുദ്ധമായ ഇസ്ലാം ഒന്നാമതായി കാഴ്ചവെക്കുന്നത്. വർഗവർണ്ണങ്ങളുടെയോ രാജ്യഭേദങ്ങളുടെയോ നിറവ്യത്യാസത്തിന്റെയോ വർഗവ്യതിയാനത്തിന്റെയോ വേലിക്കെട്ടുകൾ ഇസ്ലാം ഇവിടെ ഉയർത്തുന്നില്ല. കറുത്തവരെന്നോ വെളുത്തവരെന്നോ മേലാളനെന്നോ കീഴാളനെന്നോ ഉയർന്നവരെന്നോ തകർന്നവനെന്നോ ഏകനായ ദൈവത്തെ വിശ്വസിക്കുക എന്ന് പറയുന്ന പരമയാഥാർത്ഥ്യത്തെയാണ് ഞാനും എന്റെ മുൻഗാമികളായ പ്രവാചകന്മാരും പറഞ്ഞത്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ മുൻകാല പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ വചനം അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹനില്ല, പ്രപഞ്ചാധികാരിയെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന സത്യത്തെയാണ്. ഈ യാഥാർത്ഥ്യത്തെ പറയുമ്പോൾ ലോകത്തിന്റെ മുഴുവനും വിചാരങ്ങളെയാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. ശാസ്ത്രലോകത്തിന് പ്രപഞ്ചത്തെ പരിചയപ്പെടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കോടിക്കണക്കിന് പ്രകാശവർഷങ്ങൾക്കപ്പുറം ഒരു ഗോളം കണ്ടെത്തി എന്ന് ഏതെങ്കിലും ഒരു സയന്റിസ്റ്റ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പ്രകാശത്തിന്റെ വേഗത എത്രയാണ്? 3×10⁸ ആണ്. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രകാശം ഒരു വർഷം സഞ്ചരിച്ചാൽ എത്ര ദൂരമെത്തുമോ അതുപോലെ 1000 കൊല്ലം ആ പ്രകാശം സഞ്ചരിച്ചാൽ എത്ര ദൂരത്തെത്തുമോ അവിടെ ഒരു ഗോളമുണ്ട് എന്നാണ് സയൻസ് പറയുന്നതിന്റെ താല്പര്യം. പത്രങ്ങളിലൂടെ വായിക്കുമ്പോൾ ലളിതമാണ്, കോട്ടയത്ത് പോയാൽ കാണും, ചെങ്ങന്നൂര് പോയാൽ കാണുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചു പോകും. എന്നാൽ ലോകത്തിന്റെ വിസ്തൃതിയും പ്രപഞ്ചത്തിന്റെ വിശാലതയും അളന്നു തീർക്കുവാൻ പോലും ആധുനിക ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇത്തരം കണ്ടെത്തലുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിനൊരു അധികാരിയുണ്ട് എന്ന സത്യത്തെ ഇസ്ലാം അവതരിപ്പിക്കുമ്പോൾ മോഡേൺ സയൻസിന്റെയും മോഡേൺ ടെക്നോളജിയുടെയും ആളുകൾ അവർ ചോദിക്കുകയല്ല, എവിടെയാണ് ദൈവം, എവിടെയാണ് പ്രപഞ്ചാധികാരി, എവിടെയാണ് അല്ലാഹു? അവിടെയാണ് 6-ാം നൂറ്റാണ്ടിന്റെ അറബിക്കടലിന്റെ ഓരത്ത് കക്കവറുക്കാൻ മാത്രം പരിചയമുണ്ടായിരുന്ന, കവിത ഉയർത്താനും കള്ളുകുടിക്കാനും കാമിനിമാരോട് സന്ധ്യാസമയത്ത് പാട്ടുപാടാനും മാത്രം സമയം കണ്ടെത്തിയിരുന്ന 6-ാം നൂറ്റാണ്ടിലെ ജനവിഭാഗത്തിന്റെ നടുവിലേക്കാണ് സത്യത്തിന് നിറജ്യോതിസായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നുകൊണ്ട് ആലോചനയുടെയും ആത്മവിചാരത്തിന്റെയും പ്രാപഞ്ചിക ദർശനങ്ങളുടെയും പ്രൗഢമായ വിചാരങ്ങളെ ഉയർത്തി ആധുനിക യുഗത്തിന്റെ ആൾത്താരകളിൽ ആദരപൂർവ്വം പ്രതിഷ്ഠിക്കപ്പെടാൻ മാത്രം പ്രകൃഷ്ട വ്യക്തിപ്രഭാവങ്ങളാക്കി മാറ്റാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾക്ക് കഴിഞ്ഞു. അവരോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇടപെടലുകളിൽ പരിശോധിക്കുക. എന്നിട്ട് ലോകത്തിന്റെ നേതാവ് വിളിച്ചു പറഞ്ഞു, സനരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന അന്നഹുൽ ഹഖ്. നിങ്ങൾ വേറെവിടെയും ആലോചിക്കേണ്ടതില്ല. ഉപരിലോക ദൃഷ്ടാന്തങ്ങളുടെയും ശാരീരിക രഹസ്യങ്ങളുടെയും മാനവിക ദർശനങ്ങളുടെയും നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തത്തിലും ആലോചിക്കുക. അവിടെയാണ് ദൈവ സാന്നിധ്യത്തെ അറിയാൻ കഴിയുക എന്ന് പരിശുദ്ധമായ ഖുർആൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്
ഉപരിലോകത്തേക്ക് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നമ്മളെ കാണിച്ചു വരുന്നതാണ്. വഫീ അൻഫുസിഹിം, അവരവരുടെ ശരീരത്തിലും അവരാലോചിക്കുക. ഇന്ന് ലോകത്ത് ദ ഫാസ്റ്റസ്റ്റ് ഡെവലപ്പിംഗ് ടു ബ്രാഞ്ചസ് ഓഫ് സയൻസ്, IT ആൻഡ് BT, ഇൻഫർമേഷൻ ടെക്നോളജിയും ബയോടെക്നോളജിയുമാണ് ലോകത്ത് ഇന്ന് ഏറ്റവും വേഗതയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ രണ്ട് ശാസ്ത്രശാഖകളെയും ഒരേ ആയത്തിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് മുഴുവനും വിളിച്ചു പറയുന്നു, നിങ്ങൾ ഉപരിലോക വിചാരത്തിലേക്ക് കടന്നു പോവുക. ആകാശത്തുയർന്നു നിൽക്കുന്ന മനോഹരമായ താരങ്ങളുടെയും അമ്പിളിയുടെയും അലങ്കാരമൃതമായി നിൽക്കുന്ന നമ്മുടെ മേലാപ്പിന്റെയും അതീവ രഹസ്യങ്ങളുടെ ഉള്ളറകളിലാണ് പ്രപഞ്ചാധികാരിയുടെ സാന്നിധ്യത്തിന്റെ അത്തിവാരങ്ങളെ മനസ്സിലാക്കുവാനുള്ള നിദർശനങ്ങളെന്ന് 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതരായ ജനവിഭാഗത്തെ പറഞ്ഞു പഠിപ്പിച്ചിട്ട് മോഡേൺ ടെക്നോളജിയോട് സംവദിക്കാൻ പറ്റുന്ന സമൂഹത്തെ രൂപപ്പെടുത്തിയെടുത്തത്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന്റെ ബേസിക് വിശ്വാസമാകുന്ന, ഫണ്ടമെന്റൽ ബിലീഫ് ആകുന്ന, അടിസ്ഥാനപരമായ വിശ്വാസമാകുന്ന ഏകദൈവ വിശ്വാസത്തെ ഉൾക്കൊള്ളുവാൻ ഇവിടെ കേവലമായി ഒരു കുടുംബത്തിൽ ജനിച്ചു കൊള്ളണമെന്നില്ല. എല്ലാ മനുഷ്യരെയും വിളിക്കുന്നു. നിങ്ങൾ ആലോചിക്കുക, ഇമ്മാനുവൽ കാന്റിന്റെയും അതുപോലെ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെയും ആധുനിക ശാസ്ത്രജ്ഞന്മാരുടെയും ഐൻസ്റ്റൈന്റെയും കാൾ സാഗന്റെയും ഫ്ലെമിംഗിന്റെയും വിചാരങ്ങളിലൂടെ കടന്നു പോവുക. അവിടെയാണ് നിങ്ങൾക്ക് അവസാനമായി എത്തിപ്പെടാൻ കഴിയുന്നത്. ഈ ലോകത്തിന് ഒരു അതീവനായ അധികാരിയുണ്ട്. അവിടെയാണ് 6-ാം നൂറ്റാണ്ടിലെ ജനവിഭാഗത്തിലെ അപരിഷ്കൃതരായ അറാബികളിൽ ഒരാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് വരികയാണ്. ആ വരുന്ന സമയത്ത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ലയോ മോനെ, ഈ ലോകത്തിന് അധികാരിയായി ദൈവമായി ഒരു പരമാധികാരിയുണ്ട് എന്നതിന് നിങ്ങളുടെ കയ്യിൽ എന്താണ് തെളിവുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നത് ആരോടാണ്? മൈക്രോസ്കോപ്പിന്റെയും ടെലസ്കോപ്പിന്റെയും സഹായമുള്ള ഒരാളോടല്ല, മോഡേൺ സയൻസിന്റെയും ടെക്നോളജിയുടെയും സഹായമുള്ള ഒരാളോടല്ല. 6-ാം നൂറ്റാണ്ടിലെ അറാബിയായ പ്രാന്തപ്രദേശത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനോട് ചോദിക്കുന്നു, ഈ ലോകത്തിനൊരു ദൈവമുണ്ട് എന്നതിന് തെളിവെന്താണ്? ഉടനെ അദ്ദേഹം പറഞ്ഞ മറുപടി, അല്ലയോ പുണ്യ ഹബീബ്, പ്രിയപ്പെട്ട നേതാവേ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് ഇവിടെ എത്തുന്നതിൻ്റെ ഇടയിൽ വഴിയിൽ ഒരുപാട് കാഷ്ടം കാണാൻ കഴിഞ്ഞു. ആ കാഷ്ടം കാണുമ്പോൾ അറിയാം അതുവഴി പോയത് ഒട്ടകമാണോ, കുതിരയാണോ, കോവറ് കഴുതയാണോ, ആട്ടിൻപറ്റമാണോ, എന്താണ് അതുവഴി കടന്നുപോയതെന്നറിയാൻ വഴിയിൽ കിടക്കുന്ന കാഷ്ടങ്ങളിൽ നിന്ന് വഴി നടന്നുപോയ ജീവികളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ഈ ലോകമാകുന്ന മുഴുവനും ദൃഷ്ടാന്തമാണ്, ഈ പ്രപഞ്ചത്തിന്റെ അധികാരിയിലേക്കുള്ള സൂചനയാണ്. വഫീ കുല്ലി ശൈഇൻ ആയ, എല്ലാത്തിലും ദൈവ സാന്നിധ്യത്തിന്റെ പ്രമാണമുണ്ടെന്ന് 6-ാം നൂറ്റാണ്ടിലെ അറാബിയെ കൊണ്ട് ആലോചനാപൂർവ്വം പറയിപ്പിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിഞ്ഞു. ഇവിടെ നമുക്ക് ആലോചിക്കാം, നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കേരളത്തിന്റെ അറ്റ്മോസ്ഫിയറിന്റെ കൺട്രോൾ ഉണ്ടോ? ഇല്ല. കേരളത്തിന്റെ കാലാവസ്ഥ എങ്ങനെയാകണമെന്ന് നിയന്ത്രിക്കുവാൻ കേരളത്തിന്റെ ഭരണാധികാരിയുടെ കയ്യിൽ അധികാരമില്ല. ഇന്ത്യയിലെ കാലാവസ്ഥ എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കയ്യിൽ അധികാരമുണ്ടോ? ഇല്ല. പൊളിറ്റിക്കൽ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്ന പരമാധികാരിയാണ് പ്രൈം മിനിസ്റ്റർ എങ്കിൽ ഇവിടുത്തെ പ്രാപഞ്ചികമായ ഘടനയിൽ അധികാരത്തിന്റെ സ്വാധീനമില്ല. നമ്മുടെ കേരളത്തിന്റെ പൊളിറ്റിക്കൽ സ്ട്രക്ചറിന്റെ കൺട്രോളറാണ് ചീഫ് മിനിസ്റ്റർ എങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ ഘടനയുടെ നിയന്ത്രണം നടത്തുന്നയാളാണെങ്കിൽ ഇവിടുത്തെ പ്രാപഞ്ചികമായ ഇടപെടലുകളെ നിയന്ത്രിക്കുവാനോ അല്ലെങ്കിൽ അതിനെ മാറ്റിവെക്കുവാനോ നമ്മുടെ ഭരണാധികാരികൾക്ക് അവകാശമില്ല. നീണ്ടകാലം ആന്റണി ഭരണകാലഘട്ടത്തിൽ പണിമുടക്കുണ്ടായിരുന്നു. അടുത്ത ഭരണത്തിൽ വന്നയാൾ അത്രയും ദിവസത്തെ ഫയലുകൾ ഡബിൾ സ്പീഡിൽ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി ഇനിയൊരു 28 ദിവസത്തേക്ക് പകല് മാത്രം മതി എന്ന് തീരുമാനിക്കാൻ കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർക്ക് കഴിയൂല. കാരണം രാപ്പകലുകളുടെ നിയന്ത്രണം ഇവിടുത്തെ ഒരു ഭരണാധികാരിയുടെയും കയ്യിലില്ല. അതുപോലെ തന്നെ ഋതുഭേദങ്ങളുടെയും ഇവിടെയുള്ള ഗതിമാറ്റങ്ങളുടെയും മുഴുവനും നിയന്ത്രണം ആരുടെ കയ്യിലാണ്?
والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم. 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതരായ അറാബികളുടെ സവിധത്തിൽ വെച്ചുകൊണ്ട് അന്ത്യനാൾ വരെയുള്ള മാനവന്റെ മനതലത്തിലേക്ക് വിചാരത്തിന്റെ അവസാനിക്കാത്ത അലമാലകളെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ലോകത്തിന്റെ നേതാവ് പാരായണം ചെയ്തു കൊടുത്ത മധുമൊഴിയുടെ നിറസാന്നിധ്യമാണ് വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇവിടെ സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതതിന്റെ കൃത്യമായ ഭ്രമണപഥത്തിലൂടെയാണ് ചലിക്കുന്നത്. അതതിന്റെ കൃത്യമായ സഞ്ചാരധാരയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അതാരുടെ നിയന്ത്രണമാണ്? ഐക്യരാഷ്ട്രസഭയുടെ നിയന്ത്രണമല്ല. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാകുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിയന്ത്രണമല്ല. ذلك تقدير العزيز العليم. പ്രതാപവാനും പരിജ്ഞാനിയുമായ പ്രപഞ്ചാധികാരിയുടെ നിയന്ത്രണം. ലോകത്തിന്റെ മുഴുവനും അധികാരിയായ അല്ലാഹുവിന്റെ നിയന്ത്രണം. The Almighty God, എല്ലാത്തിന്റെയും ഉടമസ്ഥനായ ദൈവത്തിന്റെ നിയന്ത്രണമാണ് ഇവിടെ സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏത് അനുപാതത്തിൽ എവിടം വരെ എങ്ങനെ ചലിക്കണമെന്ന് തീരുമാനിക്കുവാൻ ഇവിടെ വേറെ ഒരു അധികാരിക്കും കൈകടത്തലുകളില്ല. والقمر قدرناه منازل حتى عاد كالعرجون القديم. കണ്ടില്ലയോ, ചന്ദ്രൻ നല്ല ഒന്നാന്തരം തികഞ്ഞ ഗോളം പോലെയാണ്. പിന്നെ നേർത്തൊരു വര പോലെയായി മാറുന്നതിന്റെ ഇടയിലുള്ള ഋതുമാറ്റങ്ങളുടെ നിയന്ത്രണമാരുടെ കയ്യിലാണ്. അതിനെ ആരാണ് വ്യത്യസ്തമായ തലങ്ങളിൽ അവതരണ ഇടങ്ങളിൽ കൊണ്ടുപോകുന്നത്? ആർക്കും അതിന്റെ കയ്യിൽ അധികാരമില്ല, നിയന്ത്രണമില്ല. മാത്രമല്ല ലശംസു യംബഗീ ലഹാ അൻ തുദ്രികൽ ഖമറ വലൽ ലൈലു സാബിഖുൻ നഹാർ. എത്ര കണിശമായ അടയാളപ്പെടുത്തലാണ്! സൂര്യനും ചന്ദ്രനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ MC റോഡിലൂടെ വാഹനങ്ങൾ ആക്സിഡന്റ് ആകാറുണ്ട്. ഇന്ന് സായാഹ്ന പത്രവും ട്രെയിനിലിരുന്ന് കാണുമ്പോൾ ഒരു അപകടത്തിന്റെ ചിത്രമാണ് കാണുന്നത്. വയനാട് ചുരത്തിൽ മറിഞ്ഞ വാഹനത്തിന്റെ ചിത്രത്തോടെയാണ് ഇന്ന് പത്രം പ്രത്യക്ഷപ്പെട്ടത്. ഇവിടെ മനുഷ്യനോടിക്കുന്ന ചെറിയ വാഹനങ്ങൾ കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ അതാ ലശംസു യംബഗീ ലഹാ അൻ തുദ്രികൽ ഖമറ വലൽ ലൈലു സാബിഖുൻ നഹാർ. ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനും ചന്ദ്രനും തമ്മിൽ കൊളിഷനുണ്ടാകുന്നില്ല, കൂട്ടുമുട്ടുന്നില്ല, പരസ്പരം എവിടെയെങ്കിലും ഇടി സംഭവിക്കുന്നില്ല. കൃത്യമായ പാതയിലൂടെ മുന്നോട്ട് പോവുകയാണ്. വലൽ ലൈലു സാബിഖുൻ നഹാർ. പകലിനെ തോൽപ്പിച്ചിട്ട് രാവ് അധികാരമെടുക്കുന്നില്ല. രാവിനെ പരാജയപ്പെടുത്തിയിട്ട് പകലും കടന്നു വരുന്നില്ല. ഇങ്ങനെ ആക്യുറസിയോടുകൂടി ആക്യുറേറ്റായി മുഴുവനും ചലിക്കുന്നത് ആരുടെ നിയന്ത്രണമാണ്? ആ നിയന്ത്രണാധികാരം നടത്തുന്നവന്റെ പേരാണ് അല്ലാഹ്, അൽ ഇലാഹ്, ദ ഓൾമൈറ്റി, ലോകത്തിന്റെ മുഴുവനും അധികാരി എന്ന് പറയുന്നത്. അതുകൊണ്ട് സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്. ദൃഷ്ടാന്തങ്ങളെ നമ്മൾ കാണിച്ചു തരുന്നു. ആകാശത്ത് ആസ്ട്രോളജിക്കൽ സീക്രട്സ് മാത്രം പറഞ്ഞാൽ എന്റെ ഈ പ്രസംഗം ഇന്ന് തീർക്കാൻ കഴിയില്ല. അത്രയും ഉപരിലോക ഗവേഷണങ്ങളുടെ അതീവ രഹസ്യതലങ്ങളെ പഠിച്ചു നോക്കിയാൽ ഇതിന്റെ മുഴുവനും നിയന്ത്രണം ആരുടെ കയ്യിലാണ്? പണ്ട് ഐൻസ്റ്റൈൻ പറഞ്ഞതുപോലെ ഐ ക്യാൻ സീ എ ഡിവൈൻ ഹാൻഡ് ബിഹൈൻഡ് ദിസ് യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു ദൈവീകമായ ഇടപെടലിനെ ഞാൻ അനുഭവിക്കുകയാണ്. അല്ലാതെ ഇവിടെ ആരുടെയും കയ്യിലാണ് നിയന്ത്രണമെന്ന് പറയാൻ കഴിയില്ല. ഇനി നിങ്ങൾ വരിക, അവരുടെ ശരീരങ്ങളിലും അവർ ആലോചിച്ചു നോക്കുക.
അവിടെയാണ് ദൈവത്തെ കണ്ടെത്തുവാനുള്ള വഴി, അല്ലാഹുവെ അറിയുവാനുള്ള വഴി, പ്രപഞ്ചത്തിന്റെ അധികാരി അറിയുവാനുള്ള വഴി ആരുടെ കയ്യിലാണ്? നീ നിന്റെ നഫ്സിലേക്ക് നോക്കുക, നിന്റെ ശരീരത്തിലേക്ക് നോക്കുക. അവിടെയാണ് 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതനായ മനുഷ്യന് മനസ്സിലാക്കാനും ആധുനിക സയൻസിനോട് ആലിംഗനം ചെയ്യാനും മാത്രം പരിപക്വമായ കാഴ്ചപ്പാടുകളെ അവതരിപ്പിച്ചുകൊണ്ടാണ് ലോകത്തിന്റെ നേതാവ് അവിടെ അവതരണം നടത്തുന്നത്. ചോദിക്കട്ടെ, മോഡേൺ സയൻസ് ഒരുപാട് വളർന്നു. ഈ മനുഷ്യനാകുന്ന ഈ ശരീരത്തെക്കുറിച്ച് പഠിക്കാൻ എത്ര സയൻസുകളാണ്? പണ്ടൊരു MBBS ഡോക്ടറെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ എത്ര സ്പെഷ്യലിസ്റ്റുകളാ? എന്നിട്ടും തീർന്നിട്ടില്ല. ഓരോ അവയവത്തിനും അതിന്റെ മാക്രോ മൈക്രോ ലെവലിൽ സ്പെഷ്യലിസ്റ്റുകളുള്ള കാലമാണ്. ഓരോ വിഭാഗത്തിനും സ്പെഷ്യൽ ഡോക്ടേഴ്സും, അതിന് ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും അതുപോലെ തന്നെ ഡോക്ടറേറ്റ് തലം വരെ ഓരോ മേഖലയിലും പഠന മേഖലകൾ. മനുഷ്യന്റെ കൈയും കണ്ണും കാതും കല്ലും ഇതെല്ലാം പഠിക്കാൻ ഓരോരോ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് പോകുന്ന കാലം. എന്നിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് തീർന്നിട്ടില്ല, ഇനിയും നാളെയും വരും പുതിയ ബ്രാഞ്ച്. ഇതുപോലെ ചെറിയ ഒരു മനുഷ്യന്റെ ശരീരത്തെക്കുറിച്ച് പഠിക്കുവാൻ എത്ര സയൻസുകളാണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഈ മനുഷ്യന്റെ ഓരോ ശരീരഭാഗങ്ങളെയും മാക്രോ മൈക്രോ തലത്തിൽ പഠിക്കാനിറങ്ങുമ്പോ എത്രയോ ജന്തുജാലങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. അവരെ പഠിക്കുവാൻ സയൻസുകൾ വളരേണ്ട ആവശ്യം വരുന്നില്ല. മനുഷ്യന് ഐ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഇവിടെ എത്രയോ ജന്തുജാലങ്ങളുണ്ട്. അവർക്കും നമ്മളെപ്പോലെ കാണേണ്ടവരാണ്, കണ്ടറിയുന്നവരാണ്, കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരാണ്. അവർക്കെന്തുകൊണ്ട് ഐ സ്പെഷ്യലിസ്റ്റിനെ വേണ്ടി വരുന്നില്ല? തൽക്കാലം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. മാന്യമായി നല്ല ഭക്ഷണം കഴിക്കുന്ന മനുഷ്യന് ഡെന്റൽ സർജൻ ആവശ്യമുണ്ട്. അതേ സമയത്ത് തെരുവിൽ കിടക്കുന്ന എച്ചിലുകൾ കഴിക്കുന്ന വന്യജീവികൾക്കോ മൃഗങ്ങൾക്കോ ഡെന്റൽ സർജന്മാരെ വേണ്ടി വരുന്നില്ല. അപ്പോൾ ഹ്യൂമൻ ബോഡിയിൽ വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ എത്ര അതീവമാണ്. എവിടെങ്കിലും മൃഗങ്ങളുടെ പല്ലാശുപത്രികൾ നമ്മുടെ മനുഷ്യന്മാരുടെ പല്ല് നോക്കാൻ മാത്രം വിശാലമായി കാണുന്നില്ല. ഒരുപക്ഷെ എവിടെയെങ്കിലും റയറായി ഉണ്ടായേക്കാം. വ്യാപകമായി അതിന്റെ ആവശ്യങ്ങളും പരാധീനതകളും വരുന്നില്ല. രാവിലെ കോൾഗറ്റും ബ്രഷുമായി ഇവിടുത്തെ ഒരു പശുവും പല്ല് തേക്കാറില്ല. എന്നാൽ ഇവിടെ ഡെന്റൽ സർജന്മാരുടെ ആവശ്യമായ മേഖലയിൽ വരുന്നില്ല. അപ്പോൾ മനുഷ്യന്റെ ഹ്യൂമൻ ബോഡിയിലുള്ള പഠിക്കുവാനുള്ള സൂക്ഷ്മതകൾ എത്രയാണ്. ഇതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന മോഡേൺ സയൻസിനോട് ചോദിക്കട്ടെ, കോട്ടയം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ കിടക്കുന്ന ഡെഡ് ബോഡിയും കാഷ്വാലിറ്റിയിൽ കിടക്കുന്ന പരിക്കു പറ്റിയൊരു മനുഷ്യനും രണ്ടുപേരുടെയും ഇടയിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു തരാൻ ആത്യന്തികമായി ഇന്നും ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ശാസ്ത്രത്തിന് ഇതുവരെയും അന്തിമമായൊരു മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഈ മോർച്ചറിയിൽ കിടക്കുന്ന മനുഷ്യന്റെ എന്താണ് നഷ്ടപ്പെട്ടത്? ജീവനെന്ന് നിങ്ങൾ പറയുന്നു, അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ഇത് പറയുമ്പോ ഏകപക്ഷീയമായി പറയുന്നയാളല്ല. ഞാൻ മെഡിക്കൽ വിദ്യാർത്ഥികളോട് സംവദിക്കാൻ അവസരമുള്ള, അവർക്ക് പലപ്പോഴും മോറൽ ക്ലാസുകളുമായി ബന്ധപ്പെടുന്നയാളാണ്. ചുരുക്കി പറയട്ടെ, അവിടെ മോർച്ചറിയിൽ കിടക്കുന്ന ഡെഡ് ബോഡിയിൽ നിന്ന് വിഭിന്നമായി തൊട്ടപ്പുറത്തെ വാർഡിൽ കിടക്കുന്ന രോഗിക്കുള്ളതെന്താണ്? ആത്മാവെന്ന് ലോകത്തോട് മതങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതിനെ എന്തെന്ന് പറയാനാണ് സയൻസിന് കഴിയുക? കാരണം മൈക്രോസ്കോപ്പിലും ടെലസ്കോപ്പിലും സ്റ്റെതസ്കോപ്പിലും തെളിയാത്ത സാധനത്തെ ആധുനിക ശാസ്ത്രം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ കഴിയുക? അവിടെയാണ് അല്ലയോ പുണ്യനബിയെ, വരും ഒരു പറ്റം ആളുകൾ എന്നിട്ട് ചോദിക്കും, ആത്മാവെന്താണ് നബിയെ എന്ന് ചോദിക്കുമ്പോ ഖുലിർറൂഹു മിൻ അംരി റബ്ബി ഖുദാ की रज़ा चाहते हैं दो आलम खुदा चाहता है रज़ाए मुहम्मद.
ലോകമാകമാനം ആശിക്കുന്നത് ദൈവപ്രീതിയാണ്, അല്ലാഹുവിന്റെ സമ്മതമാണ്, ഇഷ്ടമാണ്. ഖുദാ ചാഹത്താ ഹൈ, അല്ലാഹു ഡിമാൻഡ് ചെയ്യുന്നതോ, അല്ലാഹു ഡിമാൻഡ് ചെയ്യുന്നത് പുണ്യനബിയുടെ സംപ്രീതിയാണ്. ആ പ്രവാചകനോട് വന്നിട്ട് ചോദിക്കുകയാണ്, എങ്കിൽ ഓ പ്രവാചകരെ വിളിച്ചു പറയണം, ഖുലിർ റൂഹു മിൻ അംരി റബ്ബീ, ആത്മാവിന്റെ പരമാധികാരം അല്ലാഹുവിന്റെ കയ്യിലാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് വന്ന ഒരുപാട് ആളുകൾ, ലിയോപോൾഡ് വെയ്സിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു, ദ ഫണ്ടമെന്റൽ മിസ്റ്റേക്ക് ഓഫ് യൂറോപ്പിന്റെ അടിസ്ഥാനപരമായ അബദ്ധം, they measured the non-biological system with the biological system. ജീവശാസ്ത്രപരമല്ലാത്ത വിഷയങ്ങളെ ജീവശാസ്ത്രപരമായി അളക്കാൻ, ജീവശാസ്ത്രപരമായ സ്കെയിൽ ഉപയോഗിച്ച് ജീവശാസ്ത്രപരമല്ലാത്ത സോളിനെ, ആത്മാവിനെ, സ്പിരിറ്റിനെ അളക്കാൻ അവർ ശ്രമിച്ചു. ദാറ്റ് മീൻസ് സ്പിരിറ്റ്സ് ഓർ സോൾ എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. ഇതുപോലെ ആത്മാവിനെ ഡിഫൈൻ ചെയ്യാൻ ഇപ്പോഴും ശാസ്ത്രലോകത്തിന് കഴിഞ്ഞിട്ടില്ല. DC ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന മനുഷ്യ ശരീരം മഹാത്ഭുതം എന്ന പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ അവസാനത്തെ വരിയാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോഴുണ്ട്, മരിക്കുമ്പോഴില്ല. അതെന്താണെന്ന് പറയാൻ ശാസ്ത്രത്തിന് കഴിയുന്നില്ല. അവിടെയാണ് മതങ്ങളുടെ തുടക്കം. അപ്പോൾ മോഡേൺ സയൻസ് വന്നുകൊണ്ട് നിൽക്കുമ്പോഴും ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഒരു മനുഷ്യൻ എപ്പോഴാണ് അവന്റെ ജീവൻ വിട്ടു പിരിയുമ്പോൾ അവൻ ഡെഡ് ബോഡിയാണെന്ന് നിർണയിക്കുന്നെങ്കിൽ അവന്റെ ആത്മാവിനെ കുറിച്ച് ആദ്യാക്ഷരം പോലും പറയാൻ ശാസ്ത്രലോകത്തിന് കഴിയുന്നില്ല. അവിടെയാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നത്, ദൈവ സാന്നിധ്യത്തിന്റെ അതീവ രഹസ്യങ്ങളെ അറിയാൻ എത്രയോ കോടിക്കണക്കിന് കിലോമീറ്ററാണ് നമ്മുടെ ബ്ലഡ് സർക്യൂട്ട് ചെയ്യുന്നത്. 4 ലക്ഷത്തിൽ പരം തവണയാണ് ഒരു ദിവസം നമ്മുടെ ഇമ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഹാർട്സിന്റെ ബീറ്റ്സുകൾ കണക്കാക്കിയതാരാണ്? നമ്മുടെ വാചകങ്ങളുടെ ഘടനകൾ നിർണയിച്ചതാരാണ്? അതുപോലെ എന്റെയും നിങ്ങളുടെയും ശരീരത്തിന്റെ വർണ്ണവും ഭാവവും കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലാണ് നിങ്ങൾ ജനിക്കേണ്ടതെന്നത് നിങ്ങളുടെ സെലക്ഷൻ അല്ല. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ.